ബി.ജെ.പിയുടെ പ്രധാന ലക്ഷ്യമായ കേരളത്തിൽ രണ്ടും കൽപ്പിച്ചാണ് പാർട്ടി ഇന്ന്. കേരളത്തിൽ വളരെ സൂക്ഷ്മതയോടെ കളിക്കണമെന്ന് പാർട്ടിക്ക് നന്നായിട്ടറിയാം. ദേശീയ തലത്തിൽ 400-ലധികം സീറ്റാണ് അവരുടെ ലക്ഷ്യം. ദക്ഷിണേന്ത്യയിൽ നിന്ന് സാധ്യമാകുന്ന അത്ര സീറ്റ് പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നരേന്ദ്രമോദി തുടർച്ചയായി കേരളത്തിൽ എത്തിയതും അടുത്തയാഴ്ച അമിത്ഷാ വരുന്നതുമെല്ലാം ഈ ലക്ഷ്യത്തിന്റെ ഭാഗമാണ്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കേരളത്തിൽ സജീവമാകാനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുമാണ് ബി.ജെ.പിയിലെ ആലോചന. ഏതായാലും പാലക്കാട് ചേർന്ന ഭാരവാഹി യോഗത്തിൽ ചില സുപ്രധാന തീരുമാനങ്ങളൊക്കെ പാർട്ടി എടുത്തിട്ടുമുണ്ട്. ഈ മാസം 3-ാം വാരത്തിലാണ് ദേശീയ കൗൺസിൽ ചേരുക. അതിനു മുന്നോടിയായി 6 സ്ഥാനാർത്ഥികളെ കേരളത്തിൽ പ്രഖ്യാപിച്ചേക്കും. തൃശൂരിൽ നടൻ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടി ബി.ജെ.പി പ്രവർത്തകർ പ്രചരണവും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ സിനിമാ രംഗത്ത് നിന്ന് മറ്റു ചിലരും കൂടി ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് പുതിയ വിവരം. ചാലക്കുടിയിൽ സംവിധായകൻ മേജർ രവിയുടെ പേര് പരിഗണനയിലുണ്ട്. ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിക്കും. ബി.ജെ.പി വലിയ പ്രതീക്ഷയോടെ കാണുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. കഴിഞ്ഞ തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ച മണ്ഡലവുമാണിത്. ആറ്റിങ്ങലിന് പുറമെ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് എന്നീ മണ്ഡലങ്ങളിലും ബി.ജെ.പി അമിത പ്രതീക്ഷയിലാണ്. ഇത്തവണ മത്സരിക്കാനില്ല എന്നാണ് നടൻ ദേവൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. നിർമ്മാതാവ് സുരേഷ് കുമാറും മത്സര രംഗത്ത് ഉണ്ടാകില്ല. തിരുവനന്തപുരത്ത് ആര് എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. പത്തനംതിട്ടയിൽ പി.സി. ജോർജ് അല്ലെങ്കിൽ മകൻ ഷോൺ ജോർജ് എന്നിവരുടെ പേരും പരിഗണിക്കുന്നുണ്ട്. നായർ സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥി വേണമെന്ന് ബി.ജെ.പിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് വരട്ടെ എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം. ഇവിടെ കുമ്മനം രാജശേഖരൻ, നടൻ ഉണ്ണി മുകുന്ദൻ എന്നിവരുടെ പേരും പരിഗണിച്ചിരുന്നു. പാലക്കാട് സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം. വയനാട് ആര് എന്ന കാര്യത്തിൽ ധാരണയായിട്ടില്ല. ബി.ഡി.ജെ.എസിന് മണ്ഡലം കൈമാറുമോ എന്നും വ്യക്തതയില്ല. എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, പി.കെ. കൃഷ്ണദാസ് എന്നിവരുടെ പേരുകൾ കോഴിക്കോട്, വടകര മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. മലപ്പുറത്ത് എ.പി. അബ്ദുള്ളക്കുട്ടി സ്ഥാനാർത്ഥിയായേക്കും. കണ്ണൂരിൽ അടുത്തിടെ കോൺഗ്രസ് വിട്ടെത്തിയ സി രഘുനാഥിനാണ് സാധ്യത. അനിൽ ആന്റണിയുടെ പേര് എറണാകുളം മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ട്. കോട്ടയവും മാവേലിക്കരയും ബി.ഡി.ജെ.എസുമായി വെച്ചുമാറിയേക്കാം. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ മുതൽ ജില്ലാ നേതാവ് വി രാജേഷിന്റെ പേര് വരെ കേൾക്കുന്നുണ്ട്. അതേസമയം മറ്റു പാർട്ടികളും ഒട്ടും പിന്നിലല്ല. യു.ഡി.എഫിനു വേണ്ടി ടി.എൻ. പ്രതാപൻ, എൽ.ഡി.എഫിനു വേണ്ടി വി.എസ്. സുനിൽകുമാർ എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. ഇതിനിടയിൽ യു.ഡി.എഫിനു വേണ്ടി സുധീരൻ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ പരാമർശിച്ചു വരുന്ന വാർത്തകളിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നാണ് വി.എം. സുധീരൻ പറഞ്ഞത്. ദീർഘകാലത്തിനു ശേഷം അടുത്തിടെ സുധീരൻ പാർട്ടിയിൽ സജീവമായിരുന്നു. ഇതോടെയാണ് സുധീരൻ ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായത്. ചില മണ്ഡലങ്ങളിൽ തന്റെ പേര് പരാമർശിച്ചു വരുന്നതായി കണ്ടു. എന്നാൽ അതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ലെന്നും പാർലമെന്ററി രംഗത്തേക്ക് ഇല്ലെന്ന നേരത്തെയുള്ള നിലപാടിൽ മാറ്റമില്ലെന്നുമാണ് വി.എം. സുധീരൻ ഈ അഭ്യൂഹങ്ങൾക്കൊക്കെ മറുപടി നൽകിയത്.